ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോക് എല്ലാവരുടെയും മുന്നിൽ ഭയങ്കരമായിട്ട് നല്ല പിള്ള അങ്ങോട്ട് ചമയാട്ടോ. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അനുമോളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോവേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷേ അവൾക്ക് എന്നെ വിട്ട് പിരിയാൻ വയ്യ, അതാണ് സത്യം. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ഇന്നലെ രാത്രി അനുമോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് അലോകിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞു കൊടുത്തത്. നിനക്ക് നിൻ്റെ അച്ഛൻ നല്ലൊരു ആലോചനയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനോടുള്ള കല്യാണത്തിന് നീ തയ്യാറാകണം. അതുകൊണ്ട് നീ എന്നെ മറന്നേക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ അവൾ കേൾക്കണ്ടേ? അവൾക്ക് ഞാനല്ലാതെ വേറെ ആരും വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൊണ്ടുപോയത് ഒന്നുമല്ല. പക്ഷേ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് ഒരേ നിർബന്ധം. എടാ, അവളെവിടെ? പറ. നീ അവളെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉന്തും തള്ളൊക്കെ ആയല്ലോ. ഈ സമയത്ത് നമ്മുടെ ആര്യം പറയാം, എടാ, നിന്നെപ്പോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറാവില്ല, ഞങ്ങൾക്കറിയാം. അതിനു വേണ്ടി നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? അപ്പോൾ തന്നെ അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. എടാ, എൻ്റെ മോൻ എന്താടാ കുഴപ്പം? അവൻ എന്താ? പിന്നെ അപ്പം ആനന്ദ് പറയാട്ടോ, തൻ്റെ മോൻ എന്താ കുഴപ്പം? പിന്നെ ശ്രീരാമനല്ലേ? ആണടാ, ആണ്, ശ്രീരാമൻ തന്നെയാണ്. അവൻ വന്നേക്കുന്നു എൻ്റെ മോനെ കുറ്റം പറയാനായിട്ട്. അവസാനം നമ്മുടെ ജീവൻ്റെ അമ്മ പറയാം, നിങ്ങളെല്ലാവരും കൊണ്ട് തല്ലി നിന്നോ, ഞങ്ങളിപ്പോൾ എന്താ വേണ്ടേ? പെണ്ണിനെ കാണാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല വിശേഷം. ഇതുപോലെ തരികിട പിടിച്ചൊരു കുടുംബത്തിൽ വന്ന് കയറേണ്ട ഗതികേട് വന്നല്ലോ ഭഗവാനെ, എൻ്റെ മോൻ്റെ ഗതികേട്. എടാ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, കുറച്ച് നേരമായിട്ട് നിന്ന് പ്രസംഗിക്കുന്നല്ലോടാ, എവിടെയാടാ അനുമോള്? പറ. അനുമോളെ നീ രക്ഷപ്പെടുത്തിയെന്നും നീ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. അനുമോളെ ഞാൻ കാണിച്ചു തരാം. എടാ, പറ, എന്ത് ചെയ്തു പറയടാ. അച്ഛാ, ഇവൻ വെറുതെ പറഞ്ഞതാ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ പേടിക്കണ്ടെന്നേ, അവൾക്ക് എന്നെ മതിയെന്ന് ഒറ്റ വാശിയിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവനും അവൾ എൻ്റെ കൂടെ ആയിരുന്നു. അയ്യേ, ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെയോ? എന്താടാ എനിക്ക് കുഴപ്പം? ഞാൻ അപ്പത്തിനും ജീവൻ്റെ അമ്മ പറയാണ്, ഇത്രയും നശിച്ച കുടുംബം ഒരുത്തൻ്റെ കൂടെ രാത്രി മുഴുവൻ കഴിഞ്ഞ ഈ പെണ്ണിനെ നിനക്ക് വേണോടാ? ഇനി ഈ കല്യാണം നമുക്ക് വേണ്ട, നമുക്ക് പോവാം എന്ന് പറയാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അനുമോൾ എന്തെങ്കിലും ചോദിക്കുകയാണ്, നീ അങ്ങനെയാണെങ്കിൽ അനുമോളോടെ നിങ്ങൾ ആരും എന്നെ തല്ലല്ലേ, സമാധാനപ്പെട്. അപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ ധർമ്മം പറയാനുണ്ട്, അനന്തേട്ടാ, ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കാം, ദേ ഇവൻ അനാവശ്യം ഓരോന്നും വിളിച്ച് പറയാ, നമ്മുടെ അനുമോൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അവൾ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല, ഇവൻ എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് അനന്തനോട്. അപ്പോൾ അനന്തൻ പോയി വീണ്ടും അലോകിനോട് ചോദിക്കുമ്പോൾ അലോക് പറയാം, എല്ലിച്ച, നിങ്ങൾ ആരും എന്നോട് ഇങ്ങനെ തർക്കിച്ചും വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അനുമോളെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ടുമില്ല, ഞാൻ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുമല്ല, ജീവൻ അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്നും പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പതിയെ കാറിനകത്തുണ്ട് അനുമോളെന്ന് പറയും. കാറിനകത്തോ? അതെ. അങ്ങനെ കാറ് തുറക്കാം കേട്ടോ. ഡോറ് തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് അനുമോൾ പേടിച്ചിറങ്ങി വരുവാണ് പതുക്കെ. അനുമോളെ കാണുമ്പോൾ ഇവിടെ എല്ലാവരും അന്തവിട്ട് നിൽക്കുകയാണ്. കണ്ടല്ലോ, ദേ നിപ്പുണ്ട്. ആഹാ, എടി, നീ എവിടെ ആയിരുന്നടി ഇന്നലെ രാത്രി മുഴുവനും? രാവിലെ നിന്നെ കാണുന്നില്ലെന്നല്ലേ പറയുന്നത്? അപ്പോഴാണ് അലോക് പറയാണല്ലോ ഇന്നലെ രാത്രിയായി ഇറങ്ങിപ്പോയതാണെന്ന്. പക്ഷേ നമ്മുടെ മീനും അതുപോലെ ഇത്രയും പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയൊന്നും അനുമോൾ എവിടെയും പോയിട്ടില്ല, ഈ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ എങ്ങനെയാ നിൻ്റെ കൂടെ ആവുന്നത്, കഴിയുന്നത് എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രസിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ അനുമോൾ ഇറങ്ങി വരുന്നത്. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. അപ്പോൾ നമ്മുടെ അച്യുതനാണെങ്കിൽ ചിരി, രക്ഷപ്പെട്ടു, അവൻ കെട്ടിക്കൊണ്ട് വന്നത് തന്നെ. ഇങ്ങനെയാണ് അച്യുതൻ. ഇനിയിപ്പോൾ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിലാവുമല്ലോ, ഇനി ഗോമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജശ്രീ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴാണ് അലോക് വീണ്ടും തകർക്കുക. ദാ, നിങ്ങളുടെ അനുമോൾക്ക് ഒരു കുഴപ്പമില്ലാതെ സംഭവിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഇവളെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു രാത്രി അവൾ എൻ്റെ കൂടെ കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയെന്ന് വേണ്ട കേട്ടോ. ഞാൻ അവൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാം, കല്യാണം കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജീവൻ്റെ ആളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ ആ പെൺകൊച്ചിനെ നോക്കി ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാണം കെട്ടവള്, എന്തിനടി, നിനക്കിങ്ങനെ വല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
അത് നമ്മളങ്ങ് ഒഴിഞ്ഞു മാറി തരൂലായിരുന്നോ? കല്യാണ മണ്ഡപം വരെ കൊണ്ടെത്തിച്ചിട്ട് എന്തിനായിരുന്നു ഞങ്ങളിങ്ങനെ ചതിച്ചതെന്ന്. അതുപോലെ ജീവനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. എന്തിനായിരുന്നു അനുമോളെ ഇങ്ങിൻ്റെ ആവശ്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സമാധാനമായിട്ട് തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനങ്ങ് സമ്മതിച്ചങ്ങ് ഒഴിഞ്ഞു മാറില്ലായിരുന്നു എന്ന്. അങ്ങനെ ആകെ അവിടെ എല്ലാവരും പെട്ടുപോയി. അപ്പം ഒന്നും അറിഞ്ഞൂടാത്തതുപോലെ നമ്മുടെ അലോക് പാവം പച്ച പിള്ളയെ പോലെ ഇങ്ങനെ സംസാരിക്കാണല്ലോ. ഞാൻ പിടിച്ചോണ്ട് പോയതല്ല, അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്, അവൾക്ക് ഞാനല്ലാതെ വേറെ ആരും വേണ്ടെന്നാണ് പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഈ കല്യാണം മുടങ്ങിക്കഴിയുമ്പോൾ അലോകിന് ഇവളെ ഇട്ടിട്ട് പോവാമല്ലോ. ഞാൻ അവളെ കല്യാണം കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാം. അപ്പോഴാണ് അവിടെ ഒരു ടെസ്റ്റ് നടക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ അനുമോൾ എന്താണെന്ന് കഴുത്തി കിടന്ന ആ താലി അങ്ങോട്ടെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന എന്താ, അലോക് നമ്മുടെ അനുമോളെ കല്യാണം കഴിച്ചു. ഇത്രയും നേരം അവൻ പറഞ്ഞുകൊണ്ട് നിന്നെന്താ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ അനുമോളുടെ കയ്യിൽ ഈ മഞ്ഞ ചരടിലൊരു താലി വന്നു? അതായപ്പോൾ എല്ലാവർക്കും ആകെ അത്ഭുതമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി ഓടിക്കൊണ്ട് വരുക. എന്ത് പണിയാടി നീ കാണിച്ചത്? എടാ നീ നീ എന്താടാ ഈ കാണിച്ചത്? നീ അവളെ കല്യാണം കഴിച്ചില്ലേ? അപ്പോഴാണ് നോക്കുമ്പോൾ കഴുത്തിൽ താലിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അനുമോൾ. പെട്ടുപോയോ ഞാൻ, ഇവളത് എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പോഴാണ് അനുമോൾ ആ പഴയ കാര്യം കൊണ്ട് ഓർത്തെടുക്കണം കേട്ടോ. വണ്ടിയിൽ വെച്ച് ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അനുമോളെ നിന്നെ ഞാൻ അവിടെ കൊണ്ട് തള്ളിയിട്ടിട്ട് ഞാനങ്ങ് രക്ഷപ്പെടും. നിന്നെ കെട്ടിയതാണെന്ന് അവർ വിചാരിക്കില്ല, ഞാൻ അവരോട് നിന്നെ കെട്ടിയില്ല എന്ന് തന്നെ പറയും. പക്ഷെ എന്നിട്ട് വരുന്ന ചെറുക്കൻ എന്താ വിചാരിക്കണം, നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടായെന്നും ഒരു രാത്രി നീ എൻ്റെ കൂടെ കഴിഞ്ഞെന്നും. അങ്ങനെ വിചാരിക്കുമ്പോൾ ചെറുക്കൻ ഇട്ടിട്ട് പോവുകയും ചെയ്യും. എനിക്ക് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ താലിയെ കാറിൽ വെച്ചല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി അലോകിൻ്റെ ഡയലോഗുകളെല്ലാം കൂടെ ആ കാറിനകത്തിട്ട് നമ്മൾ അനുമോൾ കേൾക്കുകയാണല്ലോ. വലിയ നല്ല പിള്ള ചമഞ്ഞ് അനുമോളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അനുമോൾ സ്വയം ഇറങ്ങി വന്നതാണെന്നല്ലേ പറഞ്ഞത്, അതങ്ങ് മാറ്റി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ നിന്ന് താലിയെ തന്നെത്താനെ അനുമോൾ കഴുത്തിൽ കെട്ടുക കേട്ടോ. അങ്ങനെയാണ് ഇറങ്ങണത്. ഇത് നമ്മൾ അലോക് അറിയണില്ലല്ലോ. അങ്ങനെ അലോകവനെ എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയാം, അലോകെ നീ എന്തൊക്കെയാണ് ഇവിടെ ഈ എല്ലാവരോടും നീ പറഞ്ഞത്? അങ്ങനെയാണോ ഇവിടെ സംഭവിച്ചത്? അല്ലല്ലോ, ഇവനാണ് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. എന്താണെന്ന് വെച്ചാൽ അലോകിന് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവൻ പറഞ്ഞു. ഇവൻ എന്നെ ഫോണിൽ വിളിച്ചു, എന്നിട്ട് വിഷം കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ വിഷക്കുപ്പി വരെ ഇവൻ എന്നെ കാണിച്ചു, മരിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധപൂർവ്വം ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ അനുമോള് പറയാം. അതോടുകൂടി എന്തായാലും മറ്റുള്ളവരുടെ അത്ഭുതങ്ങൾ മാറാൻ പോണില്ല. പക്ഷേ നമ്മുടെ അലോക് പെട്ടുപോയി. ഇനിയിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇനി എങ്ങനെയാണ് അനുവിനെ ഉപേക്ഷിക്കാൻ പറ്റുക? ആകെ ചമ്മി നാറി. ഇത് കേട്ടും കൊണ്ട് മറ്റുള്ളവരെല്ലാവരും കൂടെ വന്നിട്ട് ആര്യനും ആനന്ദും ധർമ്മനും എല്ലാം കൂടെ വരാട്ടോ. വന്ന് നമ്മുടെ അലോകിനൊക്കെ അടിച്ച് ഇടിച്ച് പപ്പടാക്കുന്നുണ്ട്. അനുമോൾ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കണം കേട്ടോ. അങ്ങനെ ശരിക്കും അടി കൊണ്ട് തളരുമ്പോൾ അച്ഛനും വല്യച്ഛനും അമ്മയൊക്കെ ഓടി വന്നിട്ട്, നിങ്ങൾ എന്തിനാ ഇപ്പം അവനെ തല്ലുന്നത്? അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ എന്നും പറഞ്ഞു ഇവർ, കാരണം ഇവർക്കും കല്യാണം കഴിച്ചാൽ മതി. അലോകിൻ്റെ പ്ലാൻ ആകെ പൊളിഞ്ഞു. അലോക് ആകെ പോയി കേട്ടോ. ഇനിയിപ്പോൾ അനുമോളെ കളയാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ല. ആകെ ഒരു ഇതിലായിപ്പോയി. അനുമോളെ നല്ലൊരു പണി തന്നെയാണ് അലോകിന് തിരിച്ചു കൊടുത്തത്. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഗോമതിക്ക് സഹിക്കാനാവോ? ഗോമതി ഓടി വന്നിട്ട് കുറേ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അനുമോൾ അങ്ങനെ തന്നെ നിന്ന് എല്ലാ അടിയും ഇരന്ന് വാങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആ അടി ഇരന്ന് വാങ്ങാം കേട്ടോ. മീനാക്ഷി മിത്രയൊക്കെ പോയി തടയാണ്. അമ്മ അവളെ തല്ലല്ലേ, അവൾ അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല, ഇതിലെന്തോ ചതി നടത്തിയത് തന്നെയാണ് അവൾ പറയണില്ലേ, അതുകൊണ്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് മാറ്റുക കേട്ടോ. ഇനി ഞങ്ങൾ എന്തിനാടി ജീവിച്ചിരിക്കുന്നത്, ഇവളെന്തിനാണ് ഞങ്ങളെ ചതിച്ചത്? ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജീവൻ്റെ അമ്മ നേരെ ബാലൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറയാം, നാണം കെട്ട വർഗം, നാണം കെട്ടവൻ, നിങ്ങളൊക്കെ ഇത്രയ്ക്ക് തരം താന്ന കുടുംബമായിരുന്നോ? വലിയ ഗോമതി സ്റ്റോർ നടത്തുന്ന ബാലനെന്ന്. ബാലൻ മോള് പ്രേമിച്ചൊരുത്തൻ്റെ കൂടെ കല്യാണ ദിവസം രാവിലെ തലേ ദിവസം രാത്രി ഒളിച്ചോടിയിരിക്കുന്നു. എന്നിട്ട് പെണ്ണിനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് കാമുകം കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ, പച്ചപ്പുള്ള മാതിരി എന്നും പറഞ്ഞിട്ടോ അവരങ്ങോട്ട് തകർക്കാട്ടോ. എൻ്റെ മോൻ്റെ ജീവിതം നിങ്ങൾ കാരണം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ മോളെ നിങ്ങൾ ആർക്കും കെട്ടിച്ചു കൊടുക്കും, നമുക്ക് ഇതുപോലെയുള്ള ലവലാദികളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ദീപനെയും വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ബാലനൊരു അക്ഷരം മിണ്ടാതെ തല കുനിച്ച് നിൽക്കാനോട്ട് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവസാനം അടി കൊണ്ട് തളർന്ന അനുമോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിവർത്തിയില്ല. ആരും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ദേവിയും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളെ നീ ഇങ്ങനെ ചെയ്തത്? നീ എന്തിനാ അവൻ്റെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് കൊടുത്തത് കെട്ടാനായിട്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ അനുമോളെ കുറ്റപ്പെടുത്തുവാണ്. അനുമോൾ അവിടെ നേരെ നടന്ന് ബാലൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം, അച്ഛാ
അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അച്ഛനോട് തെറ്റ് ചെയ്തു, മാപ്പ് തരണമെന്ന് പറയാം. ബാലൻ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. ഗോമതി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം, ഇത്രയും നാണം കെടുത്തി ആ മനുഷ്യനെ, ഇനി നിനക്ക് മാപ്പ് തരണം. ഒറ്റ അക്ഷരം നീ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി മിണ്ട ചെയ്യല്, നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കൂടി എന്ന് പറഞ്ഞ് തള്ളുക കേട്ടോ. പക്ഷേ വീണ്ടും നമ്മുടെ അനുമോള് ബാലൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം, അച്ഛാ ഞാൻ തെറ്റ് ചെയ്തു, സത്യം ശരി തന്നെയാണ്, പക്ഷേ അച്ഛൻ എനിക്ക് മാപ്പ് തരണം, തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീഴോട്ടോ. ബാലൻ ഒറ്റ അക്ഷരം മിണ്ടില്ല. ബാലൻ എന്ത് പറയണമെന്നോ, മാപ്പ് കൊടുക്കുമോ അതോ അനുമോൾക്ക് അടി കൊടുക്കുമോ ഉപദേശം കൊടുക്കുമോ ഒന്നും അറിയണില്ല. ആകെ ഒന്നും അറിയാത്ത രീതിയിൽ നിർവികാരൻ നീതനായിട്ട് നമ്മുടെ ബാലൻ അവിടെ നിൽക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.